എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയ പാഠഭാഗമായ ഞാവൽക്കാട് എന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത്. ഞാവൽക്കാട് എന്ന കഥ എഴുതിയത് പിണ്ടാണി NB പിള്ള എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കാടുണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഞാവൽക്കാട്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? ഹരിതം എന്നായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ പേര്, അല്ലേ? എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പ്രകൃതിയും നമ്മളെപ്പോലെ ഈ ഭൂമിയിലെ ഒരു ഘടകമാണ്, അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലേ? പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. അതായത് നമ്മളെ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് സസ്യങ്ങൾക്കും ഒക്കെ അവകാശമുണ്ട് എന്ന സന്ദേശമാണ് ഈ ഹരിതം എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളിലൂടെ നമുക്ക് പകർന്നു തരുന്ന പാഠം എന്ന് പറയുന്നത്. അത് ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഞാവൽക്കാട് എന്ന കഥയും ഇതുപോലെ തന്നെ ഒരു സന്ദേശം തരുന്നൊരു കഥയാണ്. എല്ലാവരും കഥകൾ കേട്ടിട്ടുണ്ടാവും. കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരോ വായിക്കാൻ ഇഷ്ടമല്ലാത്തവരോ പറയാൻ ഇഷ്ടമല്ലാത്തവരോ ആയിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഈ ഞാവൽക്കാട് എന്ന കഥ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ, കുറേ നന്മകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ വേണം കൊണ്ടുപോകേണ്ടത് ജീവിതത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാവൽക്കാട് എന്ന കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഞാവൽക്കാട് എന്ന് പറയുന്നത് ഞാവൽ മരം. ഞാവൽക്കാട് പറയാൻ കാരണം ഞാവൽ മരം. ആ ഞാവൽ മരം എന്ന് പറയുന്നത് ആ കാട്ടിലെ തന്നെ ഏറ്റവും വലിയ മരമാണ്. അപ്പോൾ ആ ഞാവൽ മരത്തിൽ നമുക്കറിയാം, വലിയ മരങ്ങൾ മരമായിട്ട് മാത്രം നിൽക്കില്ല. അതിൽ പക്ഷികളും വലിയ വലിയ പക്ഷികൾ മുതൽ കുഞ്ഞു കുഞ്ഞു പക്ഷികൾ വരെയുള്ള എല്ലാതരം പക്ഷികളും എന്ത് ചെയ്യും? ആ മരത്തിൽ കൂടുകൂട്ടാറുണ്ട്. അവയുടെയൊക്കെ ആവാസ കേന്ദ്രമാണ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മരങ്ങൾ, അല്ലേ? കാടില്ലെങ്കിൽ മനുഷ്യരുണ്ടോ, അല്ലേ? കാടുകൾ വെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല കാടിൻ്റെയൊക്കെ വനപ്രദേശം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള സ്ഥലമാക്കി മാറ്റാനായിട്ട് കാടുകൾ വെട്ടി തെളിച്ച് അവിടെയൊക്കെ കുടിയേറി പാർക്കുന്നുണ്ട്, അല്ലേ? അതിൻ്റെ അനന്തരഫലം എന്താണ്? പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്? ഇത്തരത്തിൽ കാട് കയറി മനുഷ്യർ അവിടെ വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അല്ലെ? ഉരുൾപൊട്ടൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുമോ? ഇല്ല. പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, അതായത് കോറി ഖനനം, അതുപോലെ തന്നെ കാട് വെട്ടി തെളിക്കൽ, അതുപോലെ തന്നെയുള്ള എല്ലാ തരത്തിലും വികസനം എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഭാഗമായിട്ടാണ് ഈ കാണുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗമായിട്ട്, നമ്മുടെ ഒരു ഭാഗത്ത് നിന്നും ഒരു തരത്തിലും പ്രകൃതിയെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. പ്രകൃതി ഇല്ലെങ്കിൽ ആരില്ല? മനുഷ്യരും ഇല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ആവാസ വ്യവസ്ഥയുടെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? എക്കോസിസ്റ്റം, അല്ലെ? ആവാസ വ്യവസ്ഥ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ ഒരു ഉറവിടമാണ് എന്ത്? ഈ കാടുകൾ. മനസ്സിലായോ? ഒരു ജീവി നമ്മളിപ്പോൾ ഭൂമിയിൽ ഒരു സ്ഥലത്ത് മനുഷ്യർ മാത്രം പറയുമ്പോൾ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ മാത്രമല്ല കാണാൻ പറ്റുക. മനുഷ്യർ ചിലപ്പോൾ ഉണ്ടാവാം, അവിടെ വസിക്കുന്ന മനുഷ്യർ, ആദിവാസി വിഭാഗക്കാരായിട്ടുള്ള മനുഷ്യർ. അതുപോലെ തന്നെ പക്ഷികളെ കാണാം. ഒരു തരത്തിലുള്ള പക്ഷിയാണോ? പല ജാതി പക്ഷികളെ കാണാം. മൃഗങ്ങളെ കാണാം, പലതരത്തിലുള്ള മൃഗങ്ങളെ കാണാം. ഈ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് മനുഷ്യൻ അങ്ങോട്ട് കുടിയേറി കഴിഞ്ഞാൽ ഇവയുടെയൊക്കെ വീട്, ആവാസ വ്യവസ്ഥ താളം തെറ്റുന്നു. ഇവയൊക്കെ എന്താണെന്നു ഇല്ലാതായി മാറുന്നു, അല്ലേ? മനുഷ്യർ കാട്ടിലോട്ട് കയറുമ്പോൾ കാട്ടിലെ ജീവികൾക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാണോ? അവയുടെ വീട്, അല്ലേ? അവയുടെ സ്ഥലമൊക്കെ നഷ്ടപ്പെടുന്നു. അവയ്ക്ക് എവിടെ പോകണമെന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് നാട്ടിലോട്ട് കാട്ടാനകൾ ഇറങ്ങുന്നു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പുലി ഇറങ്ങി എന്നൊക്കെ. ഒരു പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അതൊക്കെ ഏതായിരിക്കും? വനപ്രദേശങ്ങളായിരുന്നിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്? വനപ്രദേശങ്ങളായ സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ അവിടെ എന്നും പോകുന്ന, അതായത് വന്യമൃഗങ്ങൾ എന്നും സഞ്ചരിക്കുന്ന വഴിയിലൂടെയാണ് അവ നടന്നു വരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത്
നാട്ടുപ്രദേശമായി പോയിട്ടുണ്ടാവും വികസനത്തിൻ്റെ ഭാഗം, പക്ഷെ അവയ്ക്കത് അറിയോ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നാട്ടിലോട്ട് ഇറങ്ങി അല്ലേ, നാട്ടിലോട്ട് കാട്ടിൽ സ്ഥലമില്ലാതാകുമ്പോൾ അവ എന്ത് ചെയ്യുന്നു, നാട്ടിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥയിലോട്ട് എത്തുന്നു. അങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ എന്തുണ്ടാവും, മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്നു അല്ലെ, മനുഷ്യർക്ക് അപായം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് അല്ലേ. അപ്പോൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഉപദ്രവിക്കരുത്, അവയെ സ്നേഹിക്കണം, പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിക്കണം. നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി എന്ന് പറയുന്നത്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നൊരു സന്ദേശം തരുന്ന ഒരു പാഠഭാഗം കൂടിയാണ് ഏത്, ഞാവൽക്കാട് എന്ന് പറയുന്ന പാഠഭാഗം. അതിൽ നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മൃഗങ്ങളെ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്, പ്രകൃതിയെ നശിപ്പിക്കരുത്. കാരണം പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് ഞാവൽക്കാട് എന്ന കഥയിലൂടെ കാണാൻ പറ്റും അല്ലെ. മനുഷ്യൻ്റെ ക്രൂരമായിട്ടുള്ളൊരു ഭാവം അവിടെ ഉണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്, പകരം സ്നേഹിക്കാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ സംഭവിച്ചോട്ടെ, ഞങ്ങൾ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ഈ ഞാവൽക്കാട് എന്നുള്ള കഥയിലൂടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ എഴുത്തുകാരൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു അപകടം ഉണ്ടാവുമ്പോൾ നമ്മളോടൊപ്പം എന്നും അല്ലേ, അപകടത്തിലും നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അതുപോലെ തന്നെ സന്തോഷത്തിലും കൂടി നിൽക്കുന്നവരാണ് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മളെ വിട്ട് പോകുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാണോ? അല്ല. അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ പരിഗണിക്കാം. ഇതിപ്പോൾ കാട്ടിലാണ് അങ്ങനെയെങ്കിൽ നാട്ടിൻ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു സന്ദേശം കൂടെ. കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്, ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഇനിയും കാണാനിരിക്കുന്നു. അപ്പം ആളുകളെ കാണുമ്പോൾ അവരോട് ഇടപഴകുന്ന സമയത്ത് അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യരുത്, കൂട്ടുകൂടേണ്ടത് എന്നുള്ളൊരു സന്ദേശം കൂടെ ആ ഒരു ഭാഗത്തിലൂടെ എഴുത്തുകാരൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഞാവൽക്കാട് എന്ന കഥയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ആ കഥയിൽ ഓരോ ചിത്രങ്ങളും നോക്കി എന്ത് മനോഹരമായിട്ടുള്ളത് നോക്കിയേ. അതിൽ ആദ്യം കൊടുത്തിട്ടുള്ള മരങ്ങൾ അല്ലേ, ആ ഞാവൽ മരത്തിൽ മരം മാത്രമാണുള്ളത് അല്ല, ഞാവൽ മരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വള്ളിച്ചെടികളുണ്ട് അല്ലേ. വള്ളിച്ചെടികൾക്ക് മീതെ കൂടുകൂട്ടിയിരിക്കുന്ന എത്ര തരം പക്ഷികൾ നോക്കിയേ. പരുന്തുണ്ട്, ഗരുഡനുണ്ട്, അതുപോലെ തത്തമ്മ. ഒരു മരത്തിൽ തന്നെ എത്ര പക്ഷികൾ നോക്ക്, തത്തമ്മയുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, മൂങ്ങ, പക്ഷി കുഞ്ഞുങ്ങൾ. ഒരു മരക്കൊമ്പിൽ തന്നെ എത്ര തരം പക്ഷികളാണ് നോക്കിയേ. ഓരോന്നിലും ആ പക്ഷികൾക്കാണ് എന്തുണ്ടാവുന്നത്, അപകടം ഉണ്ടാവുന്നത്. അപകടം ഉണ്ടാകുമ്പോൾ തീ കത്തുന്നു അല്ലേ, തീ കത്തി കാട് എങ്ങനെ കത്തി അവരത് നോക്കിയേ. അപ്പോൾ എത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തിയാണ് മനുഷ്യൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ കാണിച്ചിരുന്നത്. അതിൽ ചിത്രങ്ങളും വളരെ മനോഹരമായിട്ട് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഒരു മരത്തിൽ തന്നെ പല വിധത്തിലുള്ള പക്ഷികൾ. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പക്ഷികളെയാണ് നമ്മൾ, ഒരുപാട് മൃഗങ്ങളുടെ താമസ സ്ഥലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാടിനെ വെട്ടിത്തെളിക്കുന്നതിലൂടെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രകൃതിയും നമ്മുടെ ഭൂമിയുടെ ഭാഗമാണ്, ജീവജാലങ്ങളും ഭൂമിയുടെ ഭാഗമാണ്. അവയ്ക്കൊക്കെ എന്തുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ വെറും മനുഷ്യന് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളതല്ല ഈ ഭൂമി. അതുകൊണ്ട് എല്ലാവരെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കേണ്ടത് ഒരു ആവശ്യമായിട്ടൊരു കാര്യമാണ് എന്നൊരു സന്ദേശം കൂടെയാണ് ഞാവൽക്കാട് എന്നുള്ള കഥയിലൂടെ പറയുന്നത്. നിങ്ങളും എന്ത് ചെയ്യുക, അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളും വലുതാകുമ്പോൾ നിങ്ങളിപ്പോഴും അങ്ങനെയാണ് അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക, ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു കഥ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്.
അതുപോലെ കഥ വായിക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തും കഥ വായിക്കുമ്പോൾ ചില ഭാവങ്ങൾ ചിലപ്പോൾ ഉച്ചത്തിൽ വായിക്കാം, ചിലപ്പോൾ നിർത്തി വായിക്കണം, നിർത്തി വായിക്കുക, എവിടെ നിർത്തണം അവിടെ നിർത്തുക, ഭാവം എന്താണോ അതിനനുസരിച്ച് വായിക്കുമ്പോൾ കഥ വളരെ രസകരമായി തോന്നുകയും ചെയ്യും. പാഠഭാഗത്തിലോട്ട് പോകാം. ഞാവൽക്കാട്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ടീച്ചർ വായിക്കുന്ന സമയത്ത് കൂടെ വായിക്കുക കേട്ടോ. വടക്കൻ മലയിലെ പടക്കൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ്. വലുപ്പത്തിന്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ. ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം. ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാൽകുത്തിയിട്ടില്ല. കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെ പോലും ആകർഷിച്ചിട്ടില്ല. സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും. തീറ്റ തേടിപ്പോയ പക്ഷികൾ കൂടണിയാൻ തിരിച്ചെത്തുന്ന സമയം കാക്ക, കുയിൽ, തത്ത, പ്രാവ്, കുരുവി, പരുന്ത്, കാലൻ കോഴി, മൂങ്ങ, നൊത്ത്, മരംകൊത്തി, കഴുകൻ, എത്ര പക്ഷികൾ! എല്ലാ പക്ഷികളുടെയും നേതാവാണ് ഗരുഡമ്മാവൻ. പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലഹങ്ങൾ ഗരുഡമ്മാവനാണ് പറഞ്ഞു തീർക്കുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവന് ഞാവൽ മരത്തിൽ സ്ഥാനമില്ല. ഒരിക്കൽ ഗരുഡമ്മാവന്റെ കൽപ്പനയെ ധിക്കരിച്ച കടവാതിലുകളെ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ച് നാടുകടത്തി വിട്ടു. പിന്നീട് ഒരൊറ്റ കടവാതിലും ഞാവൽ മരത്തിൽ വന്നിട്ടില്ല. ഞാവൽക്കായ് പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം. ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിവണ്ടിൻ നിറമുള്ള ഞാവൽപ്പഴങ്ങൾ തിന്ന് മത്ത് പിടിച്ചു പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട്. പഴങ്ങൾ തീരുന്നത് വരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല. രാവും പകലും തീറ്റ തന്നെ തീറ്റ. ചുരുക്കത്തിൽ ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ്. ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു. അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത്. ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീ ആളിക്കത്തുന്നു. മനുഷ്യർ കാട് വെട്ടി തീയിട്ടിരിക്കുകയാണ്. ആദ്യം കാട്ടുമനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത്. അവർ തണുപ്പ് മാറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ. കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല. കാട് അവരുടെയും വീടാണല്ലോ. ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടുമനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവന്റെ അടുത്ത് വന്നു വിവരം പറഞ്ഞു. മനുഷ്യർ കാടിന് തീ വച്ചിരിക്കുന്നു. നേരം വെളുത്തു വരുന്നേയുള്ളൂ. പക്ഷികൾ പലതും ഉണർന്നിട്ടില്ല. ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിൽ നിന്ന് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധനായെങ്കിലും അമ്മാവന്റെ കണ്ണിന്റെ ശക്തി അപാരമാണ്. അകലെ തീയാളുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കാട്ടുതീയാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അതല്ല. മൂങ്ങകൾ പറഞ്ഞതാണ് ശരി. തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമ്മാവൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി. ഗരുഡമ്മാവൻ എല്ലാവരോടുമായി പറഞ്ഞു, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. മനുഷ്യർ ഞാവൽക്കാട്ടിന് തീ വച്ചിരിക്കുകയാണ്. വാർത്ത കേട്ടു പല പക്ഷികളും വാവിട്ട് കരഞ്ഞു. മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല. പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ ഗരുഡമ്മാവനും സങ്കടമായി. അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല. നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. 2 രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല. അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു.
ഗരുഡമാവനാണ് ആകെ പരിഭ്രമിച്ചത്. പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലതും ഗരുഡമാവൻ്റെ കണ്ണു വെട്ടിച്ച് താവളം വിടിഞ്ഞുപോയി. മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു. ഗരുഡമാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി. മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. അർദ്ധരാത്രി സമയം. ഗരുഡമാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കം വെച്ചിരിക്കുകയാണ്. കൂട്ടിന് വയസ്സന്മാരായ 2-3 മൂങ്ങകളുമുണ്ട്. തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി. അകലെ ഏതോ മലയിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി. ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണരുകൾ പാഞ്ഞു പോകുന്നത് അവർ കണ്ടു. തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി. വീണ്ടും ഇടിവെട്ടുകൾ. കാടും പരിസരവും കുലുങ്ങി. കാട് വെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. ഗരുഡമാവൻ സ്വയം പറഞ്ഞു, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞു, പെയ്യട്ടെ മഴ പെയ്യട്ടെ. മൂങ്ങ കാരണവന്മാർ ഗരുഡമാവനോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാനാണ് മഴയെത്തിയത്. ഇനി തീയിനും മനുഷ്യനും രക്ഷയില്ല. മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. നേരം വെളുത്തിട്ടും മഴ കോരിച്ചൊരിയുകയാണ്. ഗരുഡമാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടു കൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. കാടുണരുന്നു. ഇണ്ടാണി NB പിള്ള. അപ്പോൾ വളരെ നല്ലൊരു കഥയാണ് അല്ലേ, ഞാവൽക്കാട് എന്ന് പറയുന്ന കഥ അല്ലേ. ആ കഥ വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്? മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യരാണ് അല്ലേ എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ കഥ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? ആരൊക്കെയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ? ആരൊക്കെയാണ്? ആരൊക്കെയാണ്? ഗരുഡമാവൻ, മൂങ്ങ അല്ലെ, ഉണ്ടക്കണ്ണൻ മൂങ്ങ, ഞാവൽക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അല്ലേ. ഞാവൽക്കാടാണ് എന്ത്? ഞാവൽ മരമാണ് എന്ത്? എല്ലാവരുടെയും ആവാസ കേന്ദ്രം അല്ലേ. ഇപ്പം ഞാവൽ മരം, ഗരുഡമാവൻ, മൂങ്ങ അല്ലേ. ഇപ്പം എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും കഥ വായിക്കുക. കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് എടുത്തെഴുതുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.